ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡാരോൺസ് പെറ്റ് ടെക് വേൾഡ്. 2 വർഷത്തിന് മുകളിലായി ഞാൻ ഉപയോഗിച്ചു വരുന്ന ഹഡോൾ എന്ന ബ്രാൻഡിൻ്റെ ഒരു സോളാർ മോഷൻ സെൻസർ വാൾ ലൈറ്റാണിത്. ഈ ലൈറ്റിൻ്റെ ഡീറ്റെയിൽഡ് യൂസർ റിവ്യൂ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് മാസങ്ങളായി ഇത് പ്രവർത്തിക്കുന്നില്ല. എന്തായാലും ലൈറ്റ് ഒന്ന് തുറന്നു നോക്കാം. ഔട്ട്ഡോറിലിരിക്കുന്ന ലൈറ്റ് ആയതുകൊണ്ട് അനേകം പ്രശ്നങ്ങൾ വരുവാൻ കാരണമാകുന്നു. മഴവെള്ളം കുറച്ചുപോലും ലൈറ്റിനുള്ളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് ലൈറ്റിൻ്റെ ഗുണനിലവാരം കൂട്ടുന്നു. ലൈറ്റിൻ്റെ ബാക്ക് കവറിലുള്ള 8 സ്റ്റാർ സ്ക്രൂ അഴിച്ചെടുത്താൽ അത് ഊരിയെടുക്കാവുന്നതാണ്. ലൈറ്റിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കവർ മാറ്റുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. സോളാർ പാനൽ ഉറപ്പിച്ച മുൻവശത്തെ കവറും ബാറ്ററിയും അതിൻ്റെ കമ്പാർട്ട്മെൻറ്റും LED പാനലുകളും PIR സെൻസറും ഉള്ളിലായി ലൈറ്റിൻ്റെ മോഡുകൾ മാറ്റുന്ന സ്വിച്ച് യൂണിറ്റുമാണുള്ളത്. ഇത്രയും കാലം പ്രവർത്തിച്ച ലൈറ്റ് ആയതുകൊണ്ട് ഇതിൽ കേടാകുവാനുള്ള ചാൻസ് കൂടുതലുള്ള പാർട്ട് ഇതിൻ്റെ ബാറ്ററി തന്നെയാണ്. ബാറ്ററിയുടെ വോൾട്ടേജ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. ബാറ്ററിയുടെ വോൾട്ടേജ് 0 വോൾട്ടേജാണ് മൾട്ടിമീറ്ററിൽ രേഖപ്പെടുത്തിയത്. ബാറ്ററി പൂർണ്ണമായും ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. പുതിയ ബാറ്ററി മാറ്റിയിടേണ്ടിയിരിക്കുന്നു. എല്ലാ ഇലക്ട്രോണിക് സ്പെയർ പാർട്ട് ഷോപ്പുകളിലും ബാറ്ററി ലഭ്യമാണ്. 140 രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചത്. പഴയ ബാറ്ററി ഊരി ഷോപ്പിൽ കാണിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ബാറ്ററിയുടെ വോൾട്ടേജും മില്ലിയാംപിയറും പറഞ്ഞാലും മതിയാകും. 3.7 വോൾട്ട് 2200 മില്ലിയാംപിയർ ബാറ്ററിയാണ് ലൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ ബാറ്ററിയുടെയും വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3.92 വോൾട്ടേജാണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. ഇത് മൾട്ടിമീറ്ററിൻ്റെ ആക്യുറസി കുറവായതുകൊണ്ടാണ് കൂടുതലായി കാണിക്കുന്നത്. പഴയ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ഊരിയെടുത്തതിന് ശേഷം പുതിയ ബാറ്ററി ഇട്ടുകൊടുക്കുക. പഴയ ബാറ്ററിയെ അപേക്ഷിച്ച് അല്പം നീളം കുറവാണ് പുതിയ ബാറ്ററി. ഇത് കമ്പാർട്ട്മെൻറ്റിൽ ഇടുമ്പോൾ ബാറ്ററി ലൂസായി അനുഭവപ്പെടുന്നില്ല. കോൺടാക്റ്റ് ക്ലീനർ സ്പ്രേ കൈവശമുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഉൾവശത്ത് അടിക്കുന്നത് നല്ലതായിരിക്കും. ലൈറ്റിൻ്റെ കവർ ഇടുന്നതിന് മുന്നോടിയായി PIR സെൻസർ കവറിൻ്റെ മുകളിൽ ഒരു റബ്ബർ റിംഗ് വാഷർ തിരിച്ചിടുവാൻ മറക്കരുത്. അല്ലെങ്കിൽ മഴവെള്ളം ലൈറ്റിനുള്ളിലേക്ക് പോകുവാനിടവരും. അതിനുശേഷം ലൈറ്റിൻ്റെ ബാക്ക് കവറിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്തെടുക്കുക. ലൈറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം. സോളാർ പാനൽ ഒന്ന് മറച്ചു വെച്ച് നോക്കിയാൽ മതിയാകും. ലൈറ്റ് സെൻസർ മോഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ദിവസം സൂര്യപ്രകാശത്തിൽ ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്തതിനു ശേഷം തുടർന്ന് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് ബാറ്ററിയുടെ ലൈഫ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വ്യൂവേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.